നല്ല പടമാണ്. നല്ല പടം എന്ന് പറഞ്ഞാൽ ഫീൽ ഗുഡ് ജോണിലുള്ള നല്ല പടമാണ്. എടുത്തു പറയേണ്ടത് നിവിൻ പോളിയുടെ തിരിച്ചുവരവ്, ധ്യാന്റെ തിരിച്ചുവരവ്, പ്രണവിന്റെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസിലുള്ള മാറ്റം, പിന്നെ എല്ലാവരും കാസ്റ്റിംഗിൽ, അതായത് സിനിമയിൽ ഇന്റർവ്യൂവില് ധ്യാനും ബേസിലൂടെ അടിയായിരുന്നു. പക്ഷെ ഇതിലൊക്കെ ഇത് വേറെ പരിപാടി. അതിനകത്ത് സിനിമയ്ക്കകത്ത് നൈസാ. ബേസിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുമ്പോൾ സിനിമ ഇങ്ങനെ എന്റർടൈൻ ചെയ്ത് ആ ഒരു മൂഡ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരും. ഓരോരുത്തർ വരുമ്പോൾ ആ ഫ്രഷ്നെസ് ഇങ്ങനെ നിലനിന്ന് നിൽക്കും. നിവിൻ പോളി വേറെ ലെവല് പടം. തിരിച്ചു വന്നു. ധ്യാൻ അവരുടെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കര സംഭവമാണ്. രണ്ടുപേർ സ്ക്രീന് വരുന്ന സമയങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ആദ്യത്തെ കാലഘട്ടം കാണിക്കുന്ന സീനുകളിലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. രണ്ടുപേരും അടിപൊളിയാണ്. പടം കൊള്ളാം. നമ്മളിപ്പോ ഇന്റർവ്യൂസ് കണ്ട ഒരു രണ്ട് സുഹൃത്തുക്കളുടെ ഒരു ജേർണിയാണ് പടം. ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ തന്നെയാണെന്ന് പറയാം. ധ്യാൻ പ്രണവ് കോംബോ അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ധ്യാനിന്റെ ഒരു അഭിനയ മുഹൂർത്തങ്ങളാണ് ഈ സെക്കൻഡ് ഹാഫിൽ നിവിൻ കഴിഞ്ഞാട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ആസിഫ് അലിയുടെ ഗസ്റ്റ് റോളിനെയും പടം സൂപ്പർ ഹിറ്റ് ആണെന്നാണല്ലോ. അത് തന്നെയാണ് ഇതിലും. ധ്യാന്റെ പെർഫോമൻസ് ആണ് കുറച്ചും കൂടി ഇതായത്. സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ്. സെക്കൻഡ് ഹാഫാണ് പടത്തിന് കുറച്ചും കൂടി ഉയർത്തി വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കംപ്ലീറ്റ് വിനീത് ശ്രീനിവാസൻ മൂവി. പടം നല്ല പടമാണ്, കണ്ടിരിക്കാൻ പറ്റുന്നത്. എന്താണ് പറയുക, ധ്യാൻ ശ്രീനിവാസനൊക്കെ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കൊള്ളാവുന്നൊരു പടം തന്നെയാണ്. പിന്നെ നമ്മളെ കുറേ ഭാഗങ്ങളിൽ പഴയ ലാലേട്ടൻ ശ്രീനിവാസൻ ആ കോംബോ നമുക്ക് അങ്ങനെ ഒരു ആ ഓർമ്മകളിലൊക്കെ അവരെ ഒരു ഇതൊക്കെ നമുക്ക് അങ്ങനെ. പിന്നെ നിവിൻ പോളിയുടെ എൻട്രി ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കൊള്ളാം. മൊത്തത്തിൽ നല്ല കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ. സ്റ്റോറി വൈസ് നന്നായിട്ടുണ്ട്. അത് എന്താണ് പറയുക, അല്ല കണ്ടു നോക്ക്. നമുക്ക് അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു പടമാണ്. പടം നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. ഒരു ഫീൽ ഗുഡാണ്. ഹൃദയത്തിനേക്കാൾ മുകളിലാണ്. ഹൃദയം ഒരു ടീനേജാണ്. ഇത് ടീനേജ് മാത്രമല്ല, ഫാമിലി ഓറിയൻറ്റഡ്. നന്നായിട്ടുണ്ട്. പഴയ മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ ഫീൽ ചെയ്യുന്നുണ്ട്.